ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇന്ന് ചാനലിൽ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നലെ ഇംഗ്ലീഷ് നമ്മൾ അപ്ലോഡ് ചെയ്തു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ആണ്. ഈ സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ ചോദ്യം വായിക്കാം എഴുതാനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലഘു വിവരണം അല്ലെങ്കിൽ ഒരു പാസേജ് തരും, ഇങ്ങനെ ഒരു പാസേജ് തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 5 ചോദ്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ശരിയുത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക്, അതായത് ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് തന്നെ, ആദ്യത്തെ പ്രവർത്തനത്തിന് തന്നെ നിങ്ങൾക്ക് A കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 15 മിനിറ്റൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ചോദ്യങ്ങൾ വായിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ 6 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ചോദ്യവും അതിനുമായിട്ട് ഉപചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് 1 മാർക്ക് വെറുതെ കളയാൻ ഉള്ള ചാൻസ് നിങ്ങൾ കൊടുക്കരുത്. പിന്നെ 2 പ്രവർത്തനം വീതം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ചോദ്യങ്ങൾ നല്ലവണ്ണം വായിക്കുക. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നല്ലവണ്ണം നിങ്ങൾ വായിക്കണം. ഇവിടെ ഈ ചോദ്യ പേപ്പറിൽ നമ്മൾ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ നൽകുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാം എഴുതാമാണ്. ഓക്കെ, നിറപ്പകിട്ടും ശബ്ദമാധുരിയും ഇല്ലാത്ത പല പക്ഷികളും നമ്മെ വശീകരിക്കുന്നത് അവയുടെ സ്വഭാവ സവിശേഷത കൊണ്ടും ആകാശ സഞ്ചാരത്തിലുള്ള സാമർഥ്യവും കൊണ്ടാണ്. എൻ്റെ വീടിന് മീതെ പകൽ മുഴുവൻ പറന്നു കളിക്കുന്ന ഒരു ചെറിയ പക്ഷിയെ ഉദാഹരണമായി എടുക്കാം. ഇംഗ്ലീഷിൽ പാം സ്വിഫ്റ്റ് എന്നും മലയാളത്തിൽ പനങ്കൂളൻ എന്നും പേരുള്ള ഈ പക്ഷി 5 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു കൃഷഗാത്രനാണ്. നീണ്ടു വളഞ്ഞ വീതി തീരെയില്ലാത്ത ചിറകുകളും ഇളം തവിട്ടു നിറവും ചാരനിറവും കലർന്ന ദേഹമുള്ള ഈ പക്ഷി കൂടെ കിടെ ചെവി ചിവി എന്ന് ശബ്ദിച്ചുകൊണ്ട് ദിവസേന 10-12 മണിക്കൂർ ആകാശത്ത് പറന്ന് നടക്കും. നമുക്ക് കാണുവാൻ പോലും പ്രയാസമുള്ള ചെറുപ്രാണികളെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചു തിന്നാണ് പനങ്കൂളൻ ജീവിക്കുന്നത്. അതിന് തറയിലിറങ്ങിയിരിക്കാനോ നടക്കാനോ വശമില്ല. മറ്റു ചില പക്ഷികളെ പോലെ മരക്കൊമ്പുകളിലും വൈദ്യുത കമ്പികളിലും വന്നിരുന്ന് വിശ്രമിക്കാനും വയ്യ. എന്നാൽ ആകാശത്ത് ഈ പക്ഷിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. നമുക്കെല്ലാം സുപരിചിതമായ പ്രാവുകളെയും ചക്കിപ്പരുന്തിനെയും നോക്കിയിരുന്നാൽ മതിയല്ലോ പറക്കുന്നതിൽ പക്ഷികൾ നേടിയിട്ടുള്ള പാഠവും അനായാസവും മനസ്സിലാക്കാൻ. അപ്പം ഇതാണ് നമുക്ക് നൽകിയ ലഘുവിവരണം. ഇതുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ 5 ചോദ്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ 4 ചോദ്യങ്ങൾ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പല പക്ഷികളും നമ്മെ വശീകരിക്കുന്നത് നിറപ്പകിട്ട് ശബ്ദമാധുരി പറന്നു കളിക്കുന്നതും സ്വഭാവം കൊണ്ടും ആകാശ സാമർഥ്യം കൊണ്ടും. അപ്പം സ്വഭാവം കൊണ്ടും ആകാശ സാമർഥ്യം കൊണ്ട് ഇത് 3ാമത്തെ ഓപ്ഷനാണ്. 4ാമത്തെ ഓപ്ഷൻ ഇത് രണ്ടും ഒന്നിച്ചാണ്. സ്വഭാവം കൊണ്ടും ആകാശ സാമർഥ്യം കൊണ്ട് ഇത് 4ാമത്തെ ഓപ്ഷനാണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ നിറപ്പകിട്ട്, 2ാമത്തെ ശബ്ദമാധുരി, 3ാമത്തെ പറന്നു കളിക്കുന്നത്, 4ാമത്തേത് സ്വഭാവം കൊണ്ടും ആകാശ സഞ്ചാര സാമർഥ്യം കൊണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ശരിയായിട്ട് ഉത്തരം എടുക്കുക? നമ്മളിവിടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മൾ വായിച്ചു എന്താണ്? സ്വഭാവ സവിശേഷത കൊണ്ടും ആകാശ സഞ്ചാരത്തിലുള്ള സാമർഥ്യ തികവും കൊണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വഭാവം കൊണ്ടും ആകാശ സാമർഥ്യം കൊണ്ട് ഓപ്ഷൻ ഡി ആണ്. ഇനി 2ാമത്തെ ചോദ്യം, പനങ്കുളങ്ങനെ ആകാശത്തിൽ എത്ര മണിക്കൂർ പറന്ന് നടക്കാൻ കഴിയും? ഒരു 2 മണിക്കൂർ, 10-12 മണിക്കൂർ, 4-5 മണിക്കൂർ, 7-8 മണിക്കൂർ. അപ്പം നമ്മൾ വിവരണത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ. എന്താണ് നമ്മൾ വായിച്ചിട്ടുള്ളത്? എത്ര നേരം നിൽക്കാം എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്? 10-12 മണിക്കൂർ എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ആ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ പറയുന്ന പനങ്കുളന് വശമില്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാമാണ്?
തറയിലിറങ്ങിയിരിക്കാനോ നടക്കാനോ വശമില്ല. മരക്കൊമ്പിലും വൈദ്യുത കമ്പിലും വിശ്രമിക്കാനും കഴിയില്ല. ഇത് രണ്ടും ശരിയായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷന് ചിലപ്പോൾ ഇങ്ങനെ തരാം. ഒന്ന് മാത്രം ശരി. അപ്പോൾ അത് തെറ്റാണ്. ഒന്ന് തെറ്റ്, രണ്ട് ശരി. അതും തെറ്റാണ്. ഒന്ന് ശരി, രണ്ട് തെറ്റ്. അതും തെറ്റാണ്. ഒന്നും രണ്ടും ശരി. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നാലാമത്താണ് ശരി. ഇങ്ങനത്തെ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ശരി, രണ്ട് ശരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്ഷൻസ് നോക്കുക. തറയിലിറങ്ങിയിരിക്കുക, ഇത് രണ്ടും പറ്റൂല. അപ്പോൾ രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ആ ഓപ്ഷൻ മാത്രം നമ്മൾ ടിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഗദ്യഭാഗത്തിലെ 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയിലെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണ്ട് കണ്ടെത്തി എഴുതുക. അപ്പം ആ ഒരു ക്രമം നിങ്ങൾ നോക്കാനാണ്. 5 ഇഞ്ച് മാത്രം നീളമുള്ള പനങ്കൂളൻ കൃഷഗാത്രനാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് പറക്കുന്നതിൽ പക്ഷികൾക്കുള്ള മിടുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രാവിനെയും പരുന്തിനെയും നോക്കിയിരുന്നാൽ മതി. അത് നമുക്കറിയാം, ലാസ്റ്റ് പറഞ്ഞ കാര്യമാണല്ലേ നമ്മൾ, അല്ലേ? ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ്. നമ്മളോട് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഈ പക്ഷിയുടെ ദേഹത്തിന് ഇളം തവിട്ടും ചരവും ഇടകലർന്ന നിറമാണ്. ആകാശത്ത് ഈ പക്ഷിക്ക് സാധിക്കാത്തത് ഒന്നുമില്ല. അപ്പം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യം നോക്കണമെങ്കിൽ ഈ കാര്യം നമ്മൾ ലാസ്റ്റാണ് പറഞ്ഞത്. പക്ഷികൾക്ക് പറക്കുന്നതും എടുക്കുമ്പോൾ പ്രാവിനെയും പരുന്തിനെയും നോക്കിയിരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ ഓപ്ഷൻ ലാസ്റ്റ് വരുന്നുള്ള ഏതാന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ നോക്കേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തേത് ഈ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ലാസ്റ്റ് കണ്ടില്ലേ, സുപരിചിതമായ പ്രാവുകളെയും ചക്കിപ്പരുത്തിയും നോക്കിയിരുന്നാൽ മതിയല്ലോ. പറക്കുന്നത് ഈ പക്ഷികൾ നേടിയിട്ടുള്ള പാഠവും അനായാസം. അപ്പോൾ നമ്മൾ ക്രമത്തിൽ എഴുതുമ്പോൾ അത് അവസാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 2 അവസാനത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷന് നമ്മൾ ശരിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് സമയം പോകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് അടുത്തത്? കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം. മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത്. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും സത്യത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് ദിനകരന്റെ ജീവിതം നമ്മോട് പറയുന്നത്. അപ്പോൾ എന്താണ് ദിനകരന്റെ ജീവിതം നമ്മളോട് പറയുന്നത്? ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും എന്തിന് പ്രാധാന്യം കൊടുക്കണം? സത്യത്തിന് പ്രാധാന്യം കൊടുക്കണം. വിദ്യാർത്ഥി ജീവിതത്തിലും നാം സത്യസന്ധരായിരിക്കേണ്ടത് പ്രധാനമാണ്. പഠനത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും നമ്മൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നുണ്ട്? കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ കുറിപ്പ് തയ്യാറാക്കുന്നത് സത്യസന്ധതയെ കുറിച്ചാണ്, അല്ലേ? വിദ്യാർത്ഥികളും സത്യസന്ധതയും ജീവിതത്തിൽ നാം സത്യസന്ധത പുലർത്തണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എന്ന കൃതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന പാഠഭാഗത്ത് കൃഷിയിൽ ദിനകരൻ പുലർത്തിയ സത്യമാണ് പരാമർശിക്കുന്നത്. വിദ്യാർത്ഥികളായ നമ്മുടെ പ്രധാന ജോലി പഠിക്കുകയാണ്. പഠനത്തിൽ ഒരിക്കലും കുറുക്കു വഴികൾ തേടരുത്. മറ്റുള്ളവരെ സഹായിക്കാനും അധ്യാപകരോടും രക്ഷിതാക്കളോടും സ്നേഹത്തോടെ പെരുമാറാനും ബഹുമാനത്തോടു കൂടി പെരുമാറാനും നമുക്ക് കഴിയണം. ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ അതത് ദിവസം തന്നെ പഠിക്കാൻ കഴിഞ്ഞാൽ പരീക്ഷയെ ഭയമില്ലാതെ നേരിടാൻ കഴിയും. വീട്ടിൽ അച്ഛനമ്മമാരെ സഹായിക്കാനും വീടും സ്കൂളും വൃത്തിയായി സൂക്ഷിക്കാനും നാം മുൻകൈ എടുക്കണം. ഇനി അടുത്ത ചോദ്യം ഒരു ഉപചോദ്യമാണ്. റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിക്കപ്പെടാനിടയായ സാഹചര്യം എന്ത്? ഒന്നാമത്തെ ഓപ്ഷൻ, ഒരു പുസ്തകം എഴുതണമെന്ന ആഗ്രഹമുണ്ട്. അത് തെറ്റാണ്. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട്. അതും തെറ്റാണ്. പുസ്തകം എഴുതിയാൽ ലഭിക്കുന്ന പ്രശസ്തി മോഹിച്ച്. അതും തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് ശരി. റേച്ചൽ കേഴ്സൺ നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് കൊണ്ടാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ മഴ എന്നർത്ഥം വരുന്ന വാക്ക് ഏറ്റവും ഉചിതമായി ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. വഴി നന്നാക്കാനായി വർഷം മുഴുവൻ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ വർഷം എന്നതിന് മഴ എന്നാണോ അർത്ഥം? അല്ല. വഴി നന്നാക്കാനായി വർഷം മുഴുവൻ, ആ കൊല്ലം മുഴുവൻ, ആ ഇയർ മുഴുവനും പാറ പൊട്ടിക്കുന്ന തൊഴിലാളികളാണ്. ഓക്കെ, ഇവിടെ വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ നോക്കാം. ഓപ്ഷൻ ബി, വർഷകാലം നോക്കി കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന കർഷകൻ.
അപ്പോൾ വർഷകാലം നോക്കിയാൽ കൃഷിക്കാരന് ഏറ്റവും അത്യാവശ്യമായത് എന്താണ്? വെള്ളം. വെള്ളം കിട്ടണമെങ്കിൽ എന്ത് വേണം? മഴ വേണം. അപ്പോൾ വർഷകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? മഴക്കാലമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ നോക്കൂ നിങ്ങൾ. ഒന്നാമത്തേത് എയും ബിയും ശരി. എയും ബിയും ശരിയല്ല. ഇവിടെ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ തെറ്റും ബി ശരിയുമാണ്. അപ്പം എ തെറ്റും ബി ശരിയും ഉള്ളത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. അടുത്തത് എന്താണ്? വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് ചോദ്യം? വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. ഈ വാക്യം നൽകുന്ന സന്ദേശം എന്താണ്? വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. പ്രതീകാത്മകമായ ഒരു വാക്യമാണിത്. വെള്ളത്തിൽ വരയ്ക്കുന്ന വരയ്ക്ക് നിലനിൽപ്പില്ല. വരച്ചയുടനെ അത് മാഞ്ഞു പോകും. നിഷ്പ്രയോജനകരമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് വെള്ളത്തിൽ വരച്ച വര എന്ന പ്രയോഗം നടത്തുന്നത്. അതായത് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യം. എന്നാൽ മണ്ണിൽ വരച്ച വര എളുപ്പം മാഞ്ഞു പോകില്ല. ഇവിടെ മണ്ണിൽ വരച്ച വര എന്ന് സൂചിപ്പിക്കുന്നത് കൃഷിയാണ്. മണ്ണിൽ അധ്വാനിച്ചാൽ അതിന് ഫലമുണ്ടാകും. മണ്ണ് ഫലഭൂയിഷ്ടമാണ്. അനുയോജ്യമായ രീതിയിൽ മണ്ണൊരുക്കി കൃഷി നടത്തിയാൽ നല്ല വിളവുണ്ടാകും. സത്യസന്ധനായ കൃഷിക്കാരന് മണ്ണിൽ നിന്നും വിളവ് ലഭിക്കും. മണ്ണിനെ സ്നേഹിക്കുന്ന, കരുതലോടെ നിൽക്കുന്ന കൃഷിക്കാരനെയാണ് സത്യസന്ധരായ കൃഷിക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതൊരു ലഘു ഉപന്യാസമാണ്. എന്താണ് ഉപന്യാസത്തിൻ്റെ വിഷയം? നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് അടുത്ത കാലത്തായി കാണപ്പെടുന്നത്. കാലം തെറ്റിയെത്തുന്ന മഴക്കാലവും അസഹനീയമായ ചൂടും ജീവിതം ദുസ്സഹമാക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളാണ് ഇതിന് കാരണം. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ ഇടപെടൽ, ഇതാണ് നമ്മുടെ വിഷയം. എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. പ്രകൃതിക്ക് മേലെ മനുഷ്യന്റെ ഇടപെടൽ എന്താണോ നമുക്ക് വിഷയം തന്നത് അത് നമ്മൾ തലക്കെട്ടായിട്ട് ഹെഡിങ് ആയിട്ട് അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഇന്നത്തെ ലോകത്ത് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാലം തെറ്റിയെത്തുന്ന മഴ, കടുത്ത വേനൽ ചൂട്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയവ മനുഷ്യ ജീവിതത്തെ ഏറെ ദുരിതത്തിലാക്കുന്നു. ഈ അവസ്ഥകൾക്ക് പ്രധാന കാരണം മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന അതിരുകടന്ന ഇടപെടലുകളാണ്. വനനശീകരണം, അനിയന്ത്രിതമായ നഗരവൽക്കരണം, വ്യവസായങ്ങളുടെ അമിത വികസനം, വാഹനങ്ങളുടെ വർദ്ധിച്ചു പോകൽ എന്നിവ പ്രകൃതിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ മഴയുടെ ക്രമവും മണ്ണിന്റെ സംരക്ഷണവും തകരാറിലാകുന്നു. ഫാക്ടറിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുക വായുവിനെ മലിനമാക്കുകയും ആഗോളതാപനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. നദികൾ, കായലുകൾ, കുളങ്ങൾ എന്നിവ മാലിന്യങ്ങൾ നിറച്ച് നശിപ്പിക്കുന്നതിന് മറ്റൊരു ഗുരുതര പ്രശ്നമാണ്. ഇതുവഴി ശുദ്ധജല ലഭ്യത കുറയുകയും ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഉപയോഗം കൂടുന്നതും പ്രകൃതിക്കുള്ള വലിയ ഭീഷണിയാണ്. പ്രകൃതിയില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതവും സുരക്ഷിതമാകുന്നത്. വൃക്ഷത്തൈ നട്ടുപിടിക്കൽ, മലിനീകരണം കുറയ്ക്കൽ, പ്രകൃതി സമ്പത്തുകൾ സംരക്ഷിച്ച് ഉപയോഗിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നാം ഈ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയൂ. പ്രകൃതിയോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ബെസ്റ്റീസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.